ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് എറ്റോർണോ കമേലിയോ റിസോർട്ടിലാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂ ഉള്ളൊരു റിസോർട്ടാണ് എറ്റോർണോ കമേലിയോ. ഇത് മൂന്നാർ ബൈസൺ വാലിയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യെസ്, വെൽക്കം ടു എറ്റോർണോ കമേലിയോ റിസോർട്ട് മൂന്നാർ. ഇത് ഇവിടുത്തെ മെയിൻ വുഡൻ ഹൗസാണ്. ഇത് മുഴുവൻ വുഡിലാണ് പണിതിരിക്കുന്നത്. ഒരു 3 സ്റ്റോർ ബിൽഡിങ്ങിന് അതൊന്നുപോലും കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ഇൻക്ലൂഡിങ് എവറിത്തിങ്. കണ്ടോ? യാ, ഇതാണ് നമ്മളുടെ വുഡ് വെച്ച് പണിതിരിക്കുന്ന എന്ത്. ഓ, ഇവിടെ ശൈത്യം ഉണ്ട്. വെൽക്കം ടു മൈ വ്ലോഗ്. സോ യെസ്, ഇവിടെ എനിക്ക് നല്ല ഫുഡാട്ടോ ഇവിടുത്തെ. എനിക്ക് പൂരിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിക്കാൻ വേണ്ടി എറ്റോർണോ കമേലിയോ റിസോർട്ടിലേക്ക് വന്നതിന് ശേഷം പൂരി, ബാൽക്കണി, മല, പൂരി, ബാൽക്കണി, മല. കൊള്ളാം. നോക്കിയോ ഗായ്സ്, ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ അല്ല? നിങ്ങൾ ആ മല കാണുന്നുണ്ടോ? എന്താ? ഹായ് ഗായ്സ്, നിവന്റെ പുതിയ ക്യാപ്പ് ഞാൻ ഇങ്ങ് എടുത്തു. ഈ റൂമിൽ ഒരാളും കൂടി ഉണ്ട്, ഒരു വിശിഷ്ട അതിഥി. ഹായ് ഗായ്സ്, ഫസ്റ്റ് ടൈം വന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇത്ര ഇൻട്രോ കിട്ടുന്നത്. ഹാപ്പി ഗായ്സ്. എവിടെ നിർത്തി? ഞങ്ങള് പെട്ടിയും പാക്ക് ചെയ്തോണ്ട് പോവാണ്. പറഞ്ഞു തുടങ്ങേ. ഇല്ല, ഇത് നമ്മുടെ ഇത് നമ്മുടെ തേർഡ് ഡേ ആയിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു, ചില്ല് ചെയ്തു. മൂന്നാറ് ഞങ്ങള് ഇളക്കി മറിച്ചിട്ടുണ്ട്. ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മള് റിസോർട്ടിൽ നിന്ന് കാപ്പിയും ചായയും കിട്ടും. പക്ഷെ ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല. ബിക്കോസ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു കാടിന്റെ നടുവിൽ പോയിട്ട് ഇരുന്നിട്ട് നമ്മള് ചായ ഉണ്ടാകും. എനിക്ക് ചായ ഉണ്ടാക്കാൻ ഓക്കെ, നമ്മള് പറ്റിയ മാഗിയും കൂടെ ഉണ്ടാക്കും. അതെ, ശരിക്കും എപ്പോഴാണ് അറിയുന്നത്? നമ്മളിങ്ങനെ ഇരിക്കും. ഏതോ ഉറവേന്നോ ഒഴുകി വരുന്ന നല്ല തെളിഞ്ഞ വെള്ളം എടുത്ത് നമ്മൾ ചായ ഉണ്ടാക്കി നാച്ചുറൽ ആയിട്ട്. അതെ, പക്ഷെ ആരെങ്കിലും മുകളിൽ നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. വേണ്ട. എന്നാലും നമ്മള് പ്രകൃതിയിൽ നിന്ന് ഒഴുകി വരുന്ന ആ നീരുറവേന്ന് തന്നെ വെള്ളം എടുത്തിട്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ നൂഡിൽസ് അല്ലെങ്കിൽ ചായ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരെണ്ണം. അതും ഞാൻ പറയട്ടെ, ഈ എന്താ ചില വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാകാൻ ഞങ്ങൾക്ക് പൊതുവെ താല്പര്യം. പാമ്പുകളുള്ള സ്ഥലത്ത് പോകാറില്ല. ബിക്കോസ് ഞങ്ങൾ ഓൾറെഡി നല്ല വിഷമുള്ള ഇനങ്ങളാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സോ യെസ് ഗായ്സ്, അപ്പം നമുക്ക് ഇനി എവിടെ കാണാം? കാട്ടി കാണാം. Look at that view. Oh my god. നവമിഥുനങ്ങൾക്ക് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വലിയൊരു പ്രോപ്പർട്ടിയാണ്. ഇൻക്ലൂഡിങ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പക്ഷെ അത് താഴ്വാരത്താണ് അവർ സ്ഥിതി ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ചുകൂടിയിട്ടൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ട്. കാടിനുള്ളിലാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. അപ്പോൾ അവിടെ വരെ നടക്കാനായിട്ടുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഇവിടെ പൂക്കളൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ പൂക്കളൊക്കെ ഇടയ്ക്കൊക്കെ നുള്ളി പറിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം. ഗൈസ് കണ്ടോ, പോയി. പിന്നെതാ അവിടെ ഇരുന്ന് ചായയും കാപ്പിയൊക്കെ കുടിക്കാം. പ്രകൃതി രമണീയത ആസ്വദിച്ചതിന് ശേഷം
എല്ലാം വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഡെഫിനറ്റ്ലി യു പ്ലീസ് ചെക്ക് ഔട്ട് കമേലിയോ, അതായത് എറ്റേണോ കമേലിയോ എറ്റേർണോ കമേലിയ റിസോർട്ട്, മൂന്നാർ. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യണം എന്നാണ് ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത്. യു വിൽ ലവ് ഇറ്റ്. മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെന്താ, നമ്മുടെ റെസ്റ്റോറന്റ് മേളിലാണ്. പിന്നെ അവിടെ വേറെ കുറച്ച് റൂംസ് ഉണ്ട്. നമ്മളത് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, വന്നപ്പോ ജസ്റ്റ് കണ്ടതേ ഉണ്ട്. അതെ, ഇതാണ് പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന നെവിൻ. അത്യാവശ്യം നല്ല ടാസ്ക് ആണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ തന്നെ എല്ലാം നമ്മുടെ ദഹിക്കും. കാരണം കേറാനും ഇറങ്ങാനും അത്യാവശ്യം നല്ലതാണ്. ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇനി തോട്ടം കൂടി കാണാൻ വേണ്ടി പോവാണ്. എറ്റേണോ കമേലിയോ, പിന്നെ വേറെ എറ്റേണോ റിസോർട്ട്. അപ്പൊ ഇതിന്റെ തേയിലത്തോട്ടത്തിൽ ഞങ്ങളൊന്ന് വീക്ഷിച്ചിട്ട് വരാം ഗായ്സ്. ഇവിടെ തലയ്ക്ക് മൂട് പിടിച്ചിരിക്കുന്ന, അതായത് ഫയർ ചെയ്ത് ഇട്ടോണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോ ചില കുഞ്ഞി വീടില്ലാത്ത പിള്ളേരില്ലേ, അമ്മനെ കണ്ട അച്ഛനെ കണ്ട, അതുപോലെ ശൈത്യ വീട്ടിൽ പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കാണ് ഇവിടുന്ന് പോകണ്ടാവും ഗായ്സ്. അപ്പൊ ഞങ്ങള് തോട്ടം കാണാൻ വേണ്ടിട്ട് പോയിട്ട് വരാം ഗായ്സ്. കൃഷ്ണപ്രിയയുടെ ഞൊളച്ചിൽ അവിടെ കൂടുന്നുണ്ട്. ഞൊളപ്പ ഞങ്ങൾ പുഴയുടെ അടുത്തെത്തി ഗായ്സ്. I love it. Oh my god. കുളിക്കാൻ തോന്നുന്നു. മഴമൂട്ടില് എത്തിയിട്ടുണ്ട്, സോറി വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്നാലും ഇവിടെ വന്നത് ഭയങ്കര നഷ്ടമായില്ല, ബിക്കോസ് നല്ല വ്യൂ ആണ്. ഈ 22 ഏക്കറിന്റെ ഇടയ്ക്ക് പ്രൈവറ്റ് ആയിട്ടൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. ഇവിടെ ആവുമ്പോ നമുക്ക് നല്ലപോലെ അത്യാവശ്യം നല്ല ഇപ്പൊ ഒഴുക്കുണ്ട്, മഴയായതുകൊണ്ട് കുളിക്കാം, എൻജോയ് ചെയ്യാം, ആരും ശല്യപ്പെടുത്താൻ പറ്റില്ല. Wow.